സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ ആണ് ഇത്. പഴയ ട്രെയിനിനെ പുതിയ കുപ്പായം ധരിപ്പിച്ച, പുതിയ നമ്പർ പ്ലേറ്റ് ഒട്ടിച്ച, പുതിയ പേരിൽ ഇറക്കുന്ന ടെക്നോളജി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പ്രചാരണം. ഇതൊക്കെ നോക്കുമ്പോൾ കേരളത്തിന് കിട്ടിയ ആമ എത്രയോ മെച്ചം എന്നൊക്കെ രസകരമായ പരാമർശങ്ങളുമുണ്ട്. അതിനേക്കാൾ കേമമാണ് കമന്റ് ബോക്സുകൾ. കേന്ദ്ര സർക്കാരിനും റെയിൽവേക്കുമൊക്കെ കമന്റുകളിലൂടെ വയറു നിറച്ച് നൽകുന്നുണ്ട് ആളുകൾ. ഈയിടെ പുറത്തിറങ്ങിയ വന്ദേ ഭാരത് ഉൾപ്പെടെ എല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ടിയെടുത്തതാണെന്ന് മറ്റു ചിലർ. എന്നാൽ ആ കമന്റുകൾക്കിടയിലും യഥാർത്ഥ വസ്തുത ചിലരെങ്കിലും എടുത്തു പറയുന്നുമുണ്ട്. അതൊക്കെ പക്ഷേ നെഗറ്റീവ് കമന്റുകൾക്കിടയിൽ മറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ട്രെയിനുകളുടെ അകത്തും പുറത്തുമുള്ള പരസ്യങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പരസ്യം ചെയ്യാനായി ഫിലിം ഒട്ടിക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ നമ്മുടെ ആളുകളെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. പരസ്യ കമ്പനികൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ് ഇതെന്ന് ചിലർ നേരാവണ്ണം പറഞ്ഞു കൊടുക്കുന്നു. നേരത്തെ പെയിന്റ് അടിക്കുകയായിരുന്നു പതിവ്, ഇന്ന് പുതിയ രീതി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന മറ്റു ചിലർ. യൂട്യൂബ് നോക്കിയാൽ വിവിധ കമ്പനികൾ ട്രെയിനുകളിൽ പരസ്യം പതിക്കുന്ന വീഡിയോകൾ നമുക്ക് ധാരാളമായി കാണാം. കാര്യം. ഒരു കാര്യത്തിന്റെ ആദ്യവും അവസാനവും ഒഴിവാക്കി നടുക്കണ്ട മാത്രം എടുത്ത് പ്രചരിപ്പിച്ച് ആൾക്കാരെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കാം എന്നതിന്റെ നേരുദാഹരണമാണ് നമ്മൾ മുകളിൽ കണ്ടത്. നെഗറ്റീവ് പരാമർശം നടത്തുന്നവരിൽ ചിലർക്കെങ്കിലും കാര്യം അറിയാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെയാണ് കാര്യം. ഭരണത്തിലിരിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ, ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ മാക്സിമം അവരെ താറടിക്കുക എന്നതാണ് മിക്കവരുടെയും ലക്ഷ്യം. പക്ഷേ രാഷ്ട്രീയത്തെക്കാൾ ഉപരി അത് നമ്മുടെ നാടിന്റെ ഇമേജിനുണ്ടാക്കുന്ന ഡാമേജ് അവർ കണക്കിലെടുക്കുന്നില്ല എന്നതാണ് ദുഃഖസത്യം.